ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗീ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ് ജീരകശാല റൈസാണ്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള, 3-4 വെളുത്തുള്ളി ചതച്ചത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പുതിനയില, കസ്കസ്, ഒരു പച്ചമുളക്, അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുന്നത് നല്ലതാണ്. എൻ്റെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി എങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കുക. ഗീ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ചൂടായ നെയ്യിലോട്ട് ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പട്ട, പെരുംജീരകം എന്നിവ ഇട്ട് പൊട്ടിക്കുക. ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും ഇട്ട് വഴറ്റുക. ഇത് ഒരുപാട് വഴണ്ട് പോവേണ്ട കാര്യം തന്നെ ഇല്ല. ഇതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. സവാള ഇപ്പോൾ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒരു 2-3 സെക്കൻഡ് ഈ നെയ്യിൽ കിടന്നൊന്ന് വഴന്ന് വരണം. ശേഷം നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന പുതിനയിലയും കസ്കസും പച്ചമുളകും പേസ്റ്റ് ഈ റൈസിലോട്ട് ഇട്ട് കൊടുത്തും അതും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കേണ്ടത് വെള്ളമാണ്. ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ആ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ റൈസ് പാകം ചെയ്യുന്നതിന് മുന്നേ തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കണം. തിളച്ച വെള്ളമാണ് ഈ റൈസിലോട്ട് ഒഴിക്കേണ്ടത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാനേ പാടില്ല. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം പിന്നെയുള്ള 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ടോട്ടൽ 20 മിനിറ്റാണ് ഈ റൈസ് വേകാൻ വേണ്ടി എടുക്കുന്ന സമയം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇത് അടച്ച് വയ്ക്കുക. ഗ്യാസ് ഓഫാക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചോറ് സെർവ് ചെയ്യുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.